എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇന്ന് എനിക്കായിട്ട് എൻ്റെ മോൻ രഞ്ജുട്ടൻ ഉണ്ടാക്കി തന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. രഞ്ജു തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എൻ്റെ രണ്ടാമത്തെ മോനാണ് രഞ്ജു. അപ്പം രഞ്ജുട്ടൻ്റെ കുക്കിംഗ് ആണ് ഇന്ന്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഷെഫ് കേട്ടോ. എനിക്ക് രഞ്ജുട്ടനാണ് ഇന്നത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമാണ്. രഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ രഞ്ജുവിൻ്റെ ഫ്രൈഡ് റൈസ് നോക്കാം. ഹായ് പറയടോ രഞ്ജൂസ്. എങ്ങനെ ഉണ്ടാവും രഞ്ജുവിൻ്റെ ഫ്രൈഡ് റൈസ് നോക്കാം കേട്ടോ. എന്താ ഒഴിക്കുന്നത്? നല്ല സെസ്മി ഓയിലാണ് കേട്ടോ രഞ്ജു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഓക്കെ ഗാർലിക് ഓക്കെ. Okay, red. ഇനി എന്താ? രഞ്ജുവിൻ്റെ ഫ്രൈഡ് റൈസിൽ ക്യാബേജും ക്യാപ്സിക്കംസും മാത്രമേ കേട്ടോ. ബീൻസും ക്യാരറ്റും ഒന്നും വേണ്ടെന്നാണ് രഞ്ജു പറയുന്നത്. എന്താ പറയണേ? എഗെയിൻ ഓയിൽ ഒഴിച്ചോ. എന്താ ഒഴിക്കണേ? Chili paste. Chili paste again. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ രഞ്ജു പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച റൈസ് ഉപയോഗിക്കുന്നത് നല്ലതെന്നാണ് കേട്ടോ. അപ്പോൾ അത് സോഗിയാവില്ല അത്രേ. കരിയാതിരിക്കാനായിട്ട് എഗെയിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുപ്പിച്ച ചോറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ചോറ് ഒരിക്കലും ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റ് ആയി കിട്ടുന്നതാണ് രഞ്ജുവിൻ്റെ അഭിപ്രായം. ചോറിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ.
കയ്യിൽ കൊണ്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചട്ടകം കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറ് പൊടിഞ്ഞു പോകുന്നതാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്നതെന്നാണ് രഞ്ജുവിൻ്റെ കണ്ടെത്തൽ. രഞ്ജു ഇതേമാതിരി എനിക്ക് റെസ്റ്റൊക്കെ തരട്ടെ, ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന്. എന്താട്ട് അപ്പൊ ഫ്രൈഡ് റൈസ് റെഡി. അപ്പൊ നമുക്കിനി പോയി ടേസ്റ്റ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ട കേട്ടോ. അപ്പൊ അതാ രഞ്ജു നമുക്കുള്ള ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതാട്ടോ ഒരു രഞ്ജു ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ്. അപ്പം അത് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യും. അപ്പൊ ഞാനിതാ രഞ്ജു ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോകട്ടോ. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു രഞ്ജിട്ടാ.